ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നിങ്ങൾ തമ്മിൽ കണ്ടേക്കുന്ന പോലെ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഗൂഗിൾ ആഡ്സൻസ് എനിക്ക് ഒരു ലെറ്റർ അയച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇതെനിക്ക് ഇന്നലെ കിട്ടേണ്ടതായിരുന്നു. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡോർ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഏത് മൂഡിലാണ് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഹാപ്പിയാണ്. ബിക്കോസ് എൻ്റെ 4-4.5 മാസത്തെ ഒരു യൂട്യൂബ് ജേർണിയിൽ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആയതെന്നറിയാം ഈ ഗൂഗിൾ ആഡ്സൻസിൻ്റെ ലെറ്റർ എൻ്റെ കയ്യിൽ ഇരിക്കുക എന്ന് പറയുന്നത്. ലാസ്റ്റ് വീക്കാണ് കേട്ടോ എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 11-നാണ് എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ പിൻ, അതായത് അഡ്രസ് ഐഡൻറ്റിഫിക്കേഷൻ പിൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എപ്പോൾ കിട്ടും, ഒത്തിരിയും പേര് പറയുന്നുണ്ട് ഇഷ്യൂസ് കിട്ടണില്ല എന്ന്. അപ്പം ഞാനും കുറേ ടെൻസ്ഡായി, ദൈവമേ എനിക്ക് കിട്ടുമോ, അതിന് എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് ബ്ലോക്കായി പോവുമോ, റീ അപ്ലൈ ചെയ്യേണ്ടി വരുമോ എന്നെങ്കിൽ കുറേ ടെൻഷൻസൊക്കെ എനിക്കുണ്ടായിരുന്നു. ബട്ട് ദൈവകൃപ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അത്യാവശ്യം ദൈവവിശ്വാസിയാണ്. ദൈവകൃപ എന്നുകൊണ്ട് പറയട്ടെ. ഒരാഴ്ച മാത്രമേ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച, ഓഗസ്റ്റ് 18-ാം തീയതി ഈ സാധനം എനിക്ക് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓഗസ്റ്റ് 19-ാം തീയതിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ വയ്യാതെ ഞാൻ അന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. ആക്ച്വലി ഇതിനകത്ത് ആകെ ഒരു 6 ഡിജിറ്റ് ആയിട്ടുള്ളൊരു പിൻ കോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പാടില്ല എന്നാണ്. ആക്ച്വലി നമ്മൾ സൈഡ് ഒന്ന് ടിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒരു 6 ഡിജിറ്റുള്ള ഒരു പിൻ കോഡ് ഉണ്ടാകും. അത് മാത്രമേ ഇതിനകത്തുള്ളൂ. അത് നമ്മളുടെ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ആ പിൻ അടിച്ചാൽ മതി കേട്ടോ. അത് ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാഫ് മോണി ആയി എന്ന് പറഞ്ഞ സമയത്ത് നമ്മളതിൻ്റെ ഓക്കെ സ്റ്റെപ്പ്, നമ്മൾ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുമല്ലോ. അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റെപ്പുണ്ട്, അതപ്പോൾ തന്നെ ചെയ്യും. പിന്നെ റിവ്യൂ ആവുന്നൊരു സ്റ്റെപ്പുണ്ട്. അത് ഒരു 1 ഡേ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഐ ഡി വെരിഫിക്കേഷൻ വരുന്നുണ്ടാവുക. ഐ ഡി വെരിഫിക്കേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഡി ഉണ്ടല്ലോ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, ഒരു പാസ്പോർട്ട് ആയിക്കോട്ടെ, ആധാർ ആയിക്കോട്ടെ, വോട്ടേഴ്സ് ഐ ഡി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരെണ്ണം. പക്ഷേ അഡ്രസ്സ് നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് ആയിരിക്കും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ പാസ്പോർട്ടിൽ മാത്രമാണ്, പാസ്പോർട്ടിലും ആധാറിലും ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. എൻ്റെ വോട്ടേഴ്സ് ഐ ഡിയിൽ എൻ്റെ അഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വോട്ടേഴ്സ് ഐ ഡി ചെയ്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിലെ അഡ്രസ്സായിരുന്നു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി റിസൈഡ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് വേണം, ആ പ്രൂഫ് വരുന്ന ഡോക്യുമെൻറ്റ് വേണം അപ്ലോഡ് ചെയ്യാൻ. ഞാനിത് പറയുന്നത് നാട്ടിലുള്ളവരുടെ കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ പുറത്തുള്ളവരുടെ അല്ല പറയണേ, വേറെ കൺട്രീസിലുള്ളവരുടെ അല്ല പറയുന്നത്. നാട്ടിലുള്ളപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത്, കാരണം പോസ്റ്റൽ വഴിയാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പം റിസൈഡ് ചെയ്യുന്ന അഡ്രസ്സിലായിരുന്നു ഉള്ള ഡോക്യുമെൻ്റാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പാസ്പോർട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് അങ്ങ് ഐ ഡി വെരിഫിക്കേഷനായി കിട്ടും. അപ്പം ആ പാസ്പോർട്ടിൽ കൊടുത്തേക്കുന്ന അഡ്രസ്സിലായിരിക്കും നമ്മുടെ പിന്ന് ജനറേറ്റ് ആവുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏത് ഡോക്യുമെൻ്റ് കൊടുത്താലും ആ അഡ്രസ്സിലേക്കായിരിക്കും പിന്ന് ജനറേറ്റ് ആവുന്നുണ്ടാവുക. അപ്പോൾ നോർമലി ഇതൊരു 1 മന്ത് പ്രോസസ്സ് ആണെന്നാണ് പറയുന്നത്. നമ്മളുടെ പിൻ വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ എന്നാണ് ഇതിൻ്റെ പേര് പറയുക. ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ അഡ്രസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പിന്ന്, ഒരു 6 ഡിജിറ്റ് പിന്ന് നമ്മൾ കൊടുത്തേക്കുന്ന അഡ്രസ്സിലേക്ക് വരും. അതിന് നോർമലി ഒരു 1 മന്ത് പ്രോസസ്സ് ആണ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ യൂട്യൂബിൻ്റെ വർക്ക് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം പെട്ടെന്ന് വരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 7 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്താണ് കേട്ടോ. ഇതിലും കൂടുതൽ സമയം എടുക്കും, ചിലപ്പോൾ കിട്ടത്തില്ലെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് 7 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് കിട്ടിയ മൊമെൻറ്റ് തന്നെ ഞാനിത് ഓപ്പൺ ചെയ്ത് ഞാൻ അഡ്രസ്സ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെപ്പോലെയുള്ള സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സ്, നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ABCD എന്താണെന്നറിയാത്ത സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്.
ഒത്തിരി വീഡിയോസ് റെഫർ ചെയ്തിട്ടായിരുന്നു എൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ടൊരു യൂസ് ആവുന്നുണ്ടെങ്കിൽ യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയും പേയ്മെൻറ്റ് ഇൻഫോ, ടാക്സ് ഇൻഫോ ഇതെല്ലാം ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാനിനി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ID വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ക്രോമിൽ പോവുക, adsense.google.com എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് മെയിൽ ഐ ഡിയിലാണോ നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഉള്ളത് അതിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഇങ്ങനെ വരുന്നുണ്ടാവും. അതിൽ ലെഫ്റ്റ് സൈഡിൽ വെരിഫിക്കേഷൻ ചെക്കിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ ചെക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ID വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ, ഇങ്ങനെ 2 കാര്യങ്ങളുണ്ടാവും. ID വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ID എടുത്തിട്ട് വെരിഫൈ ചെയ്യുക. ഞാൻ പാസ്പോർട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേജസ് അപ്ലോഡ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്റ്റ് ആയിക്കോളും. പിന്നെ അഡ്രസ് വെരിഫിക്കേഷനാണ്. നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന ID നിന്ന് ഐഡിയിലേക്ക് നമുക്കൊരു പിൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസിലുള്ള അഡ്രസ്സിലേക്ക് എനിക്കൊരു പിന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെനിക്ക് 7 days ആകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും വരുന്നത്. അപ്പം വരുന്നില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 month വെയിറ്റ് ചെയ്യുക. 1 month ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെൻറ്റ് പിന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ, അത് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അഡ്രസ്സും ID വെരിഫൈ ചെയ്യുന്ന ആഡ്സെൻസിലെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് രണ്ടും ഗ്രീൻ കളറായിട്ടുണ്ട്. നമ്മുടെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണിയുടെ ഹാഫായിട്ടേ ഉള്ളൂ, ഫുള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റേതായിട്ട് വരുന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവിടെയും വരുന്ന കുറേ യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഹാഫ് മൂൺ ഇത്ര പെട്ടെന്നായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.